ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്. അല്ലേ, ഇന്ന് ബുധനാഴ്ച അല്ലേ? ഇന്ന് എത്രാം തീയതി? 13-ാം തീയതി. ഇത് ഏപ്രിലാണല്ലേ? മെയ്. ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ എന്താ പറയുക, ഇന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോണേന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ട്യൂഷനുണ്ട്. ഇന്നും 4 മണിക്കാണ്. എക്കണോമിക്സ് ആണ് ഇന്നും ട്യൂഷൻ. അപ്പോൾ 4 മണിക്ക് അവിടെ എത്തണം. എന്നിട്ട് ഞാൻ അവിടെ ക്ലാസ് കണ്ട് വരണം. അപ്പോൾ ഇന്ന് മറ്റേ അതിരടീൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായി ഇന്നലെ 12 മണിക്ക്. ഞാൻ അപ്പം തന്നെ കണ്ടു. ഞാൻ ഉറങ്ങിയപ്പോൾ ഇത്തിരി ലേറ്റായി, 12:30 ആയി. അപ്പോൾ ഇങ്ങനെ 12:30ക്ക് ട്രെയിലർ കണ്ടു. അതിൽ ഒരു രക്ഷയുണ്ടായില്ല. ട്രെയിലർ കുറേ സസ്പെൻസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിച്ചുള്ളൂ, 11 മണിയായി. നല്ല കോഫി. അപ്പോൾ എന്തൊക്കെയായാലും ഇന്നലെ GTൻ്റെ SRH കളി ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. GT ഒരു രക്ഷയില്ല കേട്ടോ. ബോളിങ്ങിൽ ഒരു രക്ഷയില്ല. ബോളിംഗ് ലൈനപ്പ് അടിപൊളി. ബോളിംഗ് ലൈനപ്പ് ഇവരുടെയാണ്, മറ്റേ GTൻ്റെയാണ്. ഈ മറ്റേ RCBയിൽ ഭുവനേശ്വർ കുമാർ ഉണ്ടെങ്കിലും ബാക്കി എല്ലാവരും കാര്യമില്ല. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ഭുവനേശ്വർ കുമാറാണ്. അത് ശരിയാണ്, 21 വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതുവരെ ഉള്ള കളിയിൽ. എത്ര കളി കളിച്ചു? 16 കളിയോ? അല്ല സോറി, 16 കളി. ആ കൂടി 14 കളിയുള്ളൂ IPL മാച്ചിൽ. അതിൽ 16 കളിയല്ല, അതിൽ 12. എത്ര കളിയായി ഇപ്പോൾ? 12 കളിയിൽ ഇപ്പോൾ 26 വിക്കറ്റ് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. എനിക്ക് കണക്കറിയില്ല കേട്ടോ, കറക്റ്റായിട്ട് കണക്കറിഞ്ഞുകൂടാ. അറിയുന്നവരാണ് ഈ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ഭുവനേശ്വർ കുമാറാണ്. അപ്പോൾ ഇന്നലെ മറ്റേ റബാഡിൻ്റെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല പെർഫോമൻസ്. മുഹമ്മദ് സിറാജ്, പിന്നെ ജെയ്സൺ ഹോൾഡർ, അങ്ങനെയല്ല അവൻ്റെ പേര്, 4 കളിയാണ് കളിച്ചത്. എടുത്തത് 12 13 13 വിക്കറ്റാണോ 12 വിക്കറ്റാണോ എന്ന് ഡൗട്ടുണ്ട്. അത്ര വിക്കറ്റ് എടുത്തു, ഒരു രക്ഷയില്ല കേട്ടോ. GT എത്ര എടുത്താലും ചേസ് ജയിക്കാനുള്ള കേപ്പബിൾ ഉണ്ട് അവർ. അത്രയ്ക്ക് ഇതുണ്ട്. അവർ അടുപ്പിച്ച് 5 കളിയാണ് കേട്ടോ ജയിക്കുന്ന GT. അത് SRH ഏത് ടോപ്പിൽ, ഏറ്റവും ടോപ്പിൽ നിൽക്കണ. ഇപ്പോൾ RCB ആണ് ഏറ്റവും ടോപ്പിൽ പോയിന്റ് ടേബിളിൽ. ഇപ്പോൾ SRH രണ്ടാമത്തെ ആയിട്ടുണ്ട്. അവർ അത്രയ്ക്കും സ്ട്രീക്ക് ഇതിലെടുത്തിട്ടാണ് പോകുന്നത്. GT ഇപ്പോൾ ശരിക്കും ഒരു ലെവലിലാണ്ട് പോകുന്നുണ്ട്. എന്തായാലും SRH നല്ല കളിയായിരുന്നു. പക്ഷെ അവൻ്റെ ബോളിങ് സെറ്റാണ്. SRHൻ്റെ ബാറ്റിംഗ് ഒക്കെയാണ്. മറ്റേ ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ ഒക്കെ ഉള്ള കാരണം അടിപൊളി ബാറ്റിംഗ് ഒക്കെയാണ്. പക്ഷെ ബോളിങ് ഇത്തിരി കൂടി സെറ്റാവണം. പക്ഷെ അവർ നല്ല പ്ലെയേഴ്സാണ് കേട്ടോ. SRH ചേസ് ചെയ്ത് ജയിക്കുന്ന നല്ല അടിപൊളി ടീമാണ്. എൻ്റെ ആഗ്രഹം SRH ഫൈനലിൽ എത്തണം എന്നൊക്കെയാണ്. പഞ്ചാബ് ഫൈനലിൽ എത്തണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോൾ അവൻ്റെ കളി അടുപ്പിച്ച് 4 കളികളാണെന്ന് തോന്നുന്നു പൊട്ടണത്. അത് എൻ്റെ പഞ്ചാബ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമായിരുന്നു. അത് അടുപ്പിച്ച് പോണ്ട്. പിന്നെ എൻ്റെ തുടക്കത്തിലുള്ള ആഗ്രഹം RCBയും പഞ്ചാബ് വരണമെന്നായിരുന്നു ഫൈനല്. ഇപ്പം എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പറയാൻ പറ്റില്ല. 31-ാം തീയതിയാണ് ഫൈനൽ എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും അതുപോലെ നടക്കട്ടെ. അപ്പോൾ എന്തൊക്കെയായാലും 4 മണിക്ക് ട്യൂഷന് പോകണം. അത് കഴിഞ്ഞിട്ട് ട്യൂഷനിൽ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടർഫിക്ക് പോകുന്നുണ്ടെന്ന് എനിക്ക് പറയുന്നുണ്ട് ട്യൂഷന്. അപ്പോൾ അവർ ആയിരിക്കും ചിലവെടുക്കാന്ന് പറഞ്ഞാൽ രാത്രിയാവും, നൈറ്റിലാണ് ഇതിന് പോകുന്നത് ടർഫിൽ. എന്തൊക്കെയാണെന്ന് അറിയില്ല, എന്തൊക്കെയാണ് നടക്കാൻ പോണേന്ന്. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ ഇപ്പോൾ ഫ്രഷ് ആയിട്ടില്ല, ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ഗൈസ് ഓക്കെ, ഈ കോഫി ഒന്ന് കുടിച്ച് തീർക്കട്ടോ. പിന്നെ നിങ്ങൾ പോകുന്നുണ്ടോ ഗൈസ് നാളെ അതിരടിക്ക്? ഇന്ന് പ്രീമിയർ ഉണ്ട് അതിരടീൻ്റെ. ഞാൻ പറ്റാണെങ്കിൽ പോകാൻ നോക്കാം. നാളെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മറ്റന്നാളോ അങ്ങനെ പോയിട്ടേ അതിരടി. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.
ഞാൻ ട്യൂഷൻ സെൻ്റർ എത്തിയിട്ടുണ്ട് കേസ്. ആരും എത്തിയിട്ടില്ല കേസ് ഇതുവരെ. എന്താ പോലെ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കണം. എല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കില്ല. ആരും എത്തിയിട്ടില്ല കേസ്. ഞാൻ അറിയാണ്ട് 20 മിനിറ്റ് നേരത്തെ വന്നു കേസ്. ഓഫ് ഫുള്ള് പോസ്റ്റഡിയായി. ഇതുവരെ ആരും എത്തിയിട്ടില്ല. ഇനി ഇത് കണ്ടോ എത്ര മണി? എത്ര 3:42. 4 മണിക്കാണ് ട്യൂഷൻ. ഇനിയുണ്ട് ഒരു 18 മിനിറ്റ്. അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലൊക്കെ വരുമായിരിക്കും. അപ്പം മിനി മിൽഷൊക്കെ കളിക്കും. അപ്പോൾ കേസ് ഓക്കെ റെഡി ബൂം പാക്ക്. അപ്പോൾ കേസ് ഓക്കെ ഇത് മതി. 4 മണിക്ക് മാഷ് വരുമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ്. നല്ല വ്യൂ ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് മൊത്തത്തിലുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡാണേ. നല്ല പച്ചപ്പ്. ഇതെന്താ ചക്കിയ? അതെന്തുകൊണ്ടാണ് നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ. അയ്യോ ഇത് ഭയങ്കര ഇതായിപ്പോയി ബ്രൈറ്റ്നസ്. അവിടെ കാണിച്ചു തരാം. അതിൻ്റെ റോഡ് സൈഡ് നല്ല രസം. ഇവിടെ വണ്ടികൾ പോകുന്നത് അങ്ങനെയൊക്കെ. അപ്പുറത്താണ് എൻ്റെ സ്കൂളെനിക്ക് കാണാൻ പറ്റില്ല. ഇതെന്താ ഫ്ലാറ്റ് ആണെന്നുണ്ട് ഗൈസ്. നിങ്ങൾക്കൊരു മല കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ആ മലയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഇത്ര സൂം ചെയ്യാൻ പറ്റുള്ളൂ. മലയാണെന്ന് തോന്നുന്നുണ്ട് അവിടെ, അറിയില്ല. അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ വന്ന കാരണം ഞാൻ വീഡിയോ എടുക്കണതാണ്. അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കില്ലായിരുന്നു. അപ്പോൾ ഗൈസ് അത് എന്തായാലും മാഷ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ടർഫിൽ പോകുമ്പോൾ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം കേട്ടോ ഗൈസ്. ഓക്കെ ബൈ. ടർഫെത്തി. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു. കളിയുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീട്ടിലെത്തി. ഇപ്പോൾ 11:15 വയ്യാണ്ടേ. ഞാൻ വെറുതെ രണ്ട് കളി കളിച്ചു. അപ്പോൾ ആദ്യത്തെ കളി എനിക്ക് ബാറ്റിങ് കിട്ടിയില്ല, ബോളിങ് ചെയ്യാൻ തന്നില്ല. പോട്ടെ. അപ്പോൾ രണ്ടാമത്തെ കളി കളിച്ചു. ഏകദേശം 14 റണ്ണൊക്കെ പാർട്ണർഷിപ്പായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും എടുത്തു. അങ്ങനെ രണ്ടാമത്തെ കളിയാണ് ഇതായത്. ഫസ്റ്റത്തെ കളി നമ്മൾ ജയിച്ചു. രണ്ടാമത്തെ കളി നമ്മൾ എന്നിട്ട് എനിക്ക് കുറേ റൺസ് അടിച്ച് കയറ്റിയെടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും വിക്കറ്റ് പോയി. അത് എറിഞ്ഞവനാണെങ്കിൽ ഒരു ക്രിക്കറ്റ് പ്ലെയറാണ്. നാഷണൽ ലെവലിലൊക്കെ പോണ ക്രിക്കറ്റ് പ്ലെയറാണ് അവൻ. അപ്പം ഞാൻ അവൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു, എടാ നീ എൻ്റെ ടീമിൽ എടുക്കണേ, നിൻ്റെ എതിർ ടീമായി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പൊട്ടുന്നു അത്. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. എന്നിട്ട് അവൻ അവിടെ ചെന്നതിന് ശേഷം എന്നെ എതിർ ടീമാക്കി. അപ്പോൾ അവനെറിഞ്ഞ് ഞാൻ ആദ്യത്തെ അവൻ്റെ ഓവറിൽ ഞാൻ മാക്സിമം എന്നിട്ടാ തട്ടി മൂട്ടി സിംഗിൾസ് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അവൻ രണ്ടാമത്തെ ഓവറിൽ വീണ്ടും വന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് മൂന്നാമത്തെ എറിൽ വിക്കറ്റ് അങ്ങോട്ട് തെറിച്ചു. അങ്ങനെ ഇതൊന്നും 6ഉം 4ഒന്നും പോയില്ല. വയ്യാണ്ടായി ഗൈസ്. എനിക്ക് ഫുട്ബോളിനെക്കാളും ഇഷ്ടം ക്രിക്കറ്റിനാണ്. അപ്പോൾ അതാണ്. അപ്പം അങ്ങനെ ഭയങ്കര ഇതുണ്ട്, സന്തോഷം. ഇനിയും കളിക്കാൻ പറ്റട്ടെ. എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഫസ്റ്റത്തെ കളി ജയിച്ചല്ലോ. 2 കളിയും പൊട്ടിയില്ല. ഫസ്റ്റത്തെ കളി ജയിച്ചു, ഫസ്റ്റത്തെ കളി എതിർ ടീം ജയിച്ചു. അങ്ങനെ 2 കളി കളിച്ചിട്ട് അപ്പോൾ ഓക്കെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റത്തെ ഇതിൽ തന്നെ ബാറ്റ് കിട്ടിയില്ല. ബാക്കിയെല്ലാം ഞാൻ ലാസ്റ്റ് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഓവർ മൊത്തത്തിൽ കഴിഞ്ഞു. അപ്പം അങ്ങനെ മൊത്തത്തിൽ 8 ഓവറായിരുന്നു. 6 പേരായിരുന്നു കളിച്ചത് ഒരു ടീമിൽ. അങ്ങനെ എന്തൊക്കെയായാലും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം
എന്തായാലും ഗൈസ് ഇനി നാളെ ഇന്ന് എഡിറ്റ് ചെയ്യാൻ വയ്യ, ഞാൻ കിടക്കട്ടെ, വയ്യാണ്ടായി. അപ്പോൾ ഗൈസ് ബൈ ബൈ.